ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു പ്രീ റമദാൻ വ്ളോഗാട്ടോ ഷെയർ ചെയ്യുന്നത്. അതായത് റമദാനിന് മുമ്പ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാനിതാ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇത് നമുക്ക് എന്തായാലും റമദാൻ മാസത്തിൽ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. അത് മാത്രമേ ഞാൻ അങ്ങനെ ഉണ്ടാക്കി വെക്കാറുള്ളൂ. അതും വളരെ കുറച്ച് ദിവസത്തേക്ക്, ഒരുപാട് ദിവസത്തേക്ക് ഒന്നും ഉണ്ടാക്കി വെക്കുന്നതും കഴിക്കുന്നതും നല്ലതല്ല. പ്രത്യേകിച്ച് ഫ്രീസറിൽ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കി വെക്കുന്നതും അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒട്ടും പ്രൊമോട്ട് ചെയ്യാറില്ല, ഞാൻ ചെയ്യാറുമില്ല. അപ്പോൾ നമ്മൾ അതല്ലാണ്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കാൻ പറ്റുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറാണ് പതിവ്. അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ നമ്മളിത് ഈ ടൊമാറ്റോ കെച്ചപ്പ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കൂടാണ്ട് വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രം ഉണ്ടാക്കി വയ്ക്കുക, ഒരുപാട് നാളത്തേക്ക് ഉണ്ടാക്കി വെക്കാണ്ടിരിക്കുക. അപ്പോൾ ഞാനൊരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല റെഡ് കളറുള്ള തക്കാളി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലത് കേട്ടോ. അത് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇതുപോലെ ഒരു പാനിലോട്ട്, ഒരു സോസ് പാനിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലോട്ട് വേറൊരു സംഭവങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണി എടുക്കാം. അതിലോട്ട് ചെറിയൊരു കഷ്ണം 5 തക്കാളിയിലോട്ട് ചെറിയൊരു കഷ്ണം സവോള, അത് ഒരു 3 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പട്ട, അതും വളരെ ചെറിയൊരു പീസ് കേട്ടോ. 2 ഗ്രാമ്പു, ഒരു ഏലക്ക, 2 വെളുത്തുള്ളി എല്ലാം കൂടി ഇതുപോലെ ഒരു കോട്ടൻ്റെ തുണിയിൽ, നനഞ്ഞ ഒരു തുണിയിൽ ഇതുപോലെ കെട്ടി വയ്ക്കുക. നമ്മളിത് നേരെ ഈ തക്കാളിയിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിത് പേസ്റ്റ് ആക്കി എടുക്കില്ലേ തക്കാളി, അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ ഭയങ്കരമായിട്ട് കുത്തും. അപ്പോൾ അതുകൊണ്ട് തക്കാളി മാത്രം മതി. എന്നാൽ തക്കാളിയിൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ വരും വേണം. അപ്പോൾ ആദ്യം നമുക്ക് തക്കാളി ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം, 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാക്കാൻ വെക്കാം. ഇതുപോലെ ഒന്ന് ചൂടായ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോട്ടൻ്റെ തുണിയിലുള്ള സംഭവമില്ലേ, ആ കെട്ടി വെച്ചത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ഇത് ടൊമാറ്റോ കെച്ചപ്പിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം കുക്കാക്കി എടുക്കാനുണ്ട്. നമ്മൾ സാധാരണ തക്കാളിക്കറി ഉണ്ടാക്കുന്ന പോലെയല്ല, അത്യാവശ്യം നന്നായിട്ടിത് കുക്ക് ചെയ്യണം. അപ്പം ഞാൻ 5 തക്കാളിയിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴും ബെസ്റ്റ് നമ്മളിതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ഒരു 4-5 ദിവസത്തേക്ക് മാത്രം ഉണ്ടാക്കി വെക്കുക ഈ സോസുകളൊക്കെ കേട്ടോ. കാരണം നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എത്ര നാൾ വേണമെങ്കിലും ഫ്രിഡ്ജിൽ ഇരിക്കും. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഒരു 4-5 ദിവസത്തേക്ക് മാത്രം ഉണ്ടാക്കി വയ്ക്കുക. കൂടുതൽ കഴിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അത്യാവശ്യം കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഒരു എന്താ പറയുക, കോട്ടൻ്റെ തുണി നമ്മൾ എടുത്ത് മാറ്റാനുണ്ട് ഇതിന്ന്. അപ്പോൾ ഒന്ന് ചൂടാറട്ടെ, കുറച്ച് നേരം അവിടെ വെക്കുക കേട്ടോ. ഞാൻ 3 സംഭവങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ഫസ്റ്റത്തെ 3 ഐറ്റംസ് കേട്ടോ. അപ്പോൾ പക്ഷേ ഞാൻ നിങ്ങൾക്ക് റെസിപ്പി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓരോന്നാണ് 1 by 1 ആയിട്ടാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാനുള്ള ടൊമാറ്റോ അവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു തുണി ഇല്ലേ, ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അവിടെ സോസുകൾ വേറെ ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങ അവിടെ വറുക്കാൻ വെച്ചിട്ടുണ്ട്, അടുത്ത റെസിപ്പീസിലോട്ടുള്ള കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് കാണിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും വിചാരിച്ചിട്ട് ഓരോ റെസിപ്പി ബൈ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കോട്ടൻ്റെ തുണിയിലുള്ളത് അവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ലോണം പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുക. എന്നിട്ട് വേണം ഇത് പേസ്റ്റാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇവിടെ തേങ്ങ അവിടെ വറുക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ 3ാമത്തെ റെസിപ്പിയിലോട്ടുള്ള തേങ്ങ അവിടെ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ റോസുവിനെ ഏൽപ്പിച്ചാണ് ഞാനിത് പേസ്റ്റ് ആക്കുന്ന സമയം കൊണ്ട്. തേങ്ങ വറുക്കുന്നത് ചിലപ്പോൾ അടിയിൽ പിടിക്കും, കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിലോട്ടുള്ള ടൊമാറ്റോ നമ്മൾ പേസ്റ്റാക്കി എടുക്കാൻ പോവാണ്. എന്നിട്ട് ആ സെയിം പാനിലോട്ട് നമ്മൾ അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ കളർ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ആഡ് ചെയ്യാം. പിന്നെ ചിലർ ബീട്രൂട്ട് ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ കുത്തുന്ന പോലെ തോന്നി. അപ്പോൾ പിന്നെ ഞാനത് പ്രൊമോട്ട് ചെയ്യുന്നില്ല വിചാരിച്ചു. ചിലർക്ക് ഇഷ്ടപ്പെടും, പക്ഷേ ആ ഒരു കളറിന് വേണ്ടി നമ്മൾ വെറുതെ ബീട്രൂട്ട് ഇട്ടിട്ട് ചിലപ്പം കുട്ടികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ബീട്രൂട്ടിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതിങ്ങനെ വരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് റെസിപ്പി ശരിയായില്ല. ഇത് എനിക്ക് നല്ലോണം ഇഷ്ടമായി ഈ റെസിപ്പി. അപ്പോൾ ഇതാ നല്ലോണം അരിപ്പിൽ കൂടെ അരിച്ചെടുക്കാം കേട്ടോ.
എന്നാലും നല്ല കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പേസ്റ്റ്. ഇനി ഇതിലോട്ട് ഞാനിതാ നല്ലൊരു കളറിനായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തോളൂ. പിന്നെ പഞ്ചസാര ഇതിലോട്ട് അത്യാവശ്യം നല്ലോണം വേണം, പക്ഷെ ഞാൻ അധികം ചേർക്കുന്നില്ല, നമ്മൾ കഴിക്കാനല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതാ ഒരു കയ്യിൽ, അതായത് 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു 4-5 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം, കാരണം കെച്ചപ്പിൽ അത്യാവശ്യം പഞ്ചസാര ഉണ്ടാവും. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി ഇത് നല്ലോണം വീണ്ടും കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അതായത് നല്ലൊരു തിക്കായിട്ട് വരണം. ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമൊക്കെ വറ്റി വരണം കേട്ടോ, എന്നാലേ നമ്മൾ കെച്ചപ്പ് അത്രയും ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്കൊരു സംഭവം കൂടി ചേർക്കാണ്ട് വിനാഗിരിയാണ് ഇതിൽ മെയിൻ ഒരു സംഭവം കേട്ടോ. അത് ഇപ്പോൾ തന്നെ ചേർത്തിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതും ഞാനൊരു 2 ടേബിൾ സ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ എല്ലാം പാകത്തിന് മാത്രമേ ചേർത്തുള്ളൂ, നമുക്ക് കഴിക്കാനല്ലേ. അപ്പോൾ നമ്മൾ എല്ലാതും കേടുള്ളൊന്നും കൂടുതൽ ചേർക്കേണ്ട വിചാരിച്ചിട്ട് എല്ലാം പാകത്തിന് ചേർക്കുന്നുള്ളൂ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം. എന്താ പറയുക, നമ്മൾ കെച്ചപ്പ് കഴിക്കുന്ന സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നോമ്പിന് തീർച്ചയായിട്ടും നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പം ഇതുപോലെ കെച്ചപ്സൊക്കെ കുട്ടികൾ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒരു 4-5 ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ഇതാ കണ്ടോ, നല്ലോണം ഇങ്ങനെ ആ കളറൊന്നും മാറി ഇപ്പോൾ നല്ലൊരു കെച്ചപ്പിൻ്റെ കളറായില്ലേ. പിന്നെ ഇതിൻ്റെ ആ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ തിള വന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ നോക്കും. എന്താ ഈ ഒരു സമയം കണ്ടോ, മുകളിലേക്ക് ഇങ്ങനെ തെറിക്കുന്നില്ലേ. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ആ തെറിക്കുന്ന നിൽക്കും. അപ്പോൾ ഇതാ ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം പോലെ ഇങ്ങോട്ട് പെട്ടെന്ന് പോരാണ്ട് ഇത് കുറച്ചൊരു തിക്കായിട്ട് ഇങ്ങനെ വരുവാണെങ്കിലാണ് ആ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കെച്ചപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയ ശേഷം ഒരു പാത്രത്തിലോട്ട്, എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലോട്ട്, അതും ഗ്ലാസിൻ്റെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക, ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചൂടാറിയ ശേഷം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണം, ഇതൊന്നും പുറത്ത് വെക്കരുത്. ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും ചിലപ്പോൾ നമുക്ക് കേടാവും ഇത് പുറത്ത് വെച്ചിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കഴിച്ചാൽ. കാരണം ഇതിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നില്ല. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിൽ കേട് വരാണ്ടിരിക്കാൻ പലതും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അത് നമുക്ക് കേടാവില്ല കഴിച്ചാൽ. പക്ഷേ ഇത് പ്രിസർവേറ്റീവ്സ് ഒന്നും കേട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുറത്ത് വെച്ചാൽ നമ്മൾ കേടായത് മനസ്സിലാവില്ല, അപ്പോൾ കേടാവും. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനൊരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിൽ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിലാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും നോമ്പ് കാലങ്ങളിൽ. ഇനി അടുത്ത റെസിപ്പി കേട്ടോ. അടുത്തത് വേറൊരു സോസാണ്, നമ്മളെ ഇംലി സോസ്. ഇത് ഞാൻ എല്ലാ വർഷവും ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇത് നമുക്ക് എന്താ പറയുക, ഈത്തപ്പഴം, പുളി, ശർക്കര, ഇത് 3 നമ്മൾ പുറത്ത് വെച്ച് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് 3 കൂടി തിളപ്പിച്ചെടുക്കുകയാണ്. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സോസും കൂടിയാണ്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. എന്താ പറയുക, എനിക്ക് ടൊമാറ്റോ കെച്ചപ്പിനേക്കാളും കൂടുതൽ ഇഷ്ടം ഈ ഒരു സോസ് കേട്ടോ. അപ്പോൾ എല്ലാം പാകത്തിനെടുക്കുക. ശർക്കര ഞാൻ ഒരു വലിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ, ഒരു ക്യൂബ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഈത്തപ്പഴം ഒരു 4 എണ്ണം വലുതെടുത്തിട്ടുണ്ട്, കുരു കളഞ്ഞത്. പിന്നെ പുളി ഒരു ചെറിയ നാരങ്ങയില്ലേ, ചെറുനാരങ്ങ വലുപ്പത്തിലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം കൊണ്ട് ചേർത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിക്കുക കേട്ടോ. അത് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് അത് പേസ്റ്റാക്കി എടുക്കുക. അത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു സോസാണ്. ഞാൻ എല്ലാ എൻ്റെ പ്രീ റമദാൻ വ്ളോഗിലും ഇത് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലോണം തിളയ്ക്കുന്നുണ്ട്, നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ എന്താ പറയുക, ഞാൻ ഈ സവോള വറുത്ത് വെക്കുക, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെക്കുക, പിന്നെ മസാല പേസ്റ്റാക്കി വെക്കുക, പിന്നെ സ്നാക്സ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. കാരണം നമ്മൾ അങ്ങനത്തെ പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ എല്ലാ വ്ളോഗിലും പറയുന്നതാണ്, ഈ നോമ്പിൽ നമ്മൾ ഡെയിലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഒന്നും സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഇല്ലാണ്ട് നമ്മൾ കഴിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കുമല്ലോ ഓരോ ദിവസവും ഇൻഷാ അല്ലാ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വെറുതെ സ്റ്റോർ ചെയ്ത് വെക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാ നമ്മൾ സോസ് വേവിച്ച് അത് ഒന്നിടെ ക്രഷ് ചെയ്തെടുക്കുക. കാരണം പുളിയിലെ കുരു ഞാൻ കളഞ്ഞിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ അരിപ്പയിലൂടെ അരച്ചെടുക്കുക, ആ ഒരു പൾപ്പ് അരച്ചെടുക്കുക. ഇനി ഇത് വീണ്ടും കുക്ക് ചെയ്യാണ്ട് കേട്ടോ. അപ്പം മാക്സിമം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. മാക്സിമം വെള്ളം ഒഴിച്ചിട്ടല്ല, അത്യാവശ്യം തിക്നെസ്സിലാക്കണം കേട്ടത്. ഇനി ഇത് വേവിച്ചെടുക്കുക കേട്ടോ.
ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നിറയെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ചാറ്റ് മസാല പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്തോളൂ കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചാറ്റ് മസാല പൗഡർ ഇല്ല എന്നാണെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർക്കാത്തതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട. അപ്പോൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലോണം തിളപ്പിച്ചെടുക്കുക, കാരണം നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണ്. തിളപ്പിച്ച ശേഷം തണുപ്പിച്ചിട്ടാണ് ഞാനിത് ഒഴിച്ച് വെക്കുന്നത് കേട്ടോ. നല്ല കറക്റ്റ് തിക്നെസ് ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ട് കഴിക്കില്ല. ഈ പഞ്ചാബി സമൂസേൻ്റെ മുകളിലൊക്കെ കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു സോസ് ഒഴിച്ച് കൊടുക്കുക. ഇനി അടുത്ത റെസിപ്പി നമ്മൾ വറുത്തരച്ച തേങ്ങ റെഡിയാക്കുക കേട്ടോ. അല്ല, തേങ്ങ വറുത്തെടുക്കുകയാണ്, സോറി. നമ്മൾ നോമ്പ് മാസങ്ങളിൽ ഒരു പ്രത്യേക ഒരു മണമാണ് നമ്മുടെ മലപ്പുറം ഭാഗത്ത്, പ്രത്യേകിച്ച് ഞങ്ങളെ തിരൂർ ഭാഗത്തൊക്കെ ഈ ഒരു മണം ഉണ്ടാവും. അത് നോമ്പ് സമയങ്ങളിൽ മാത്രം വരുന്നൊരു മണമാണ്. അപ്പോൾ എനിക്കിത് തേങ്ങ വറുത്തപ്പോൾ ആ ഒരു മണം നോമ്പ് കാലമാണ് ഓർമ്മ വന്നത്, പ്രത്യേകിച്ച് നാട്ടിൽ ഒരു നോമ്പ് കാലം. അപ്പോൾ ഞാനിപ്പോൾ 2 തേങ്ങ ചെരുവിതെടുത്തിട്ടുണ്ട്, ചെറിയ തേങ്ങ കേട്ടോ, 2 ബോക്സ് തേങ്ങ കേട്ടോ. അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം, പിന്നെ ചെറിയ ഉള്ളി ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ കറിവേപ്പില. ഇതെല്ലാം കൂടി ഒന്നിങ്ങനെയല്ല, അത്യാവശ്യം വറുത്തെടുക്കാനുണ്ട്. ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാനുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കുന്നത്, കാരണം ഈ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്താൽ നമ്മൾ തേങ്ങ മൂപ്പ് എത്തിയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഒന്നങ്ങോട്ട് ആ ഒരു തേങ്ങയുടെ ആ ഒരു വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്നങ്ങനെ ചൂടാക്കിയെടുക്കുന്നുണ്ട് ആദ്യം. അതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കേട്ടോ. പിന്നെ വേറെ ഒന്നും ചേർക്കണ്ട. അപ്പം ഇത് നമ്മൾ വറുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മുട്ടക്കറിയിലോട്ട്, മട്ടൻ കറിയിലോട്ട്, ബീഫ് കറിയിലോട്ട്, ചിക്കൻ കറിയിലോട്ട്, ചെമ്മീൻ കറിയിലോട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു വറുത്തരച്ചതിൻ്റെ 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ അതിൽ കൂടെ കുറച്ച് തേങ്ങ ചെരുവിയതും കൂടി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കിയെടുക്കുക. എന്നിട്ട് ചിക്കൻ വേവിച്ചെടുക്കുക. ഉള്ളിയും തക്കാളിയൊക്കെ എടുത്തിട്ട് വേവിച്ചെടുക്കണം. അതിലോട്ട് അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ നോമ്പ് കാലങ്ങൾ ഭയങ്കര എളുപ്പമാവും ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനിതാ ഒന്നുകൊണ്ട് ചൂടായ ശേഷമാണ് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇനി ഇത് കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേ കേട്ടോ, അത് നിർബന്ധമാണ്, കാരണം പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഞാൻ പിന്നെ കാസ്റ്റ് ചെയ്യേണ്ട ഈ ഒരു പാത്രം ഇതിനായിട്ട് എടുക്കാൻ കാരണം എന്താ അറിയോ, നമ്മൾ മയക്കെടുക്കാത്ത കാസ്റ്റ് ചെയ്യേണ്ട പാത്രങ്ങൾ, അതായത് ഇരുമ്പിൻ്റെ ചട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ തേങ്ങ അങ്ങനെ വറുത്തെടുക്കുന്ന സമയമാണെങ്കിൽ അതിൽ വറുത്തെടുത്തോളൂ. അപ്പോൾ നമ്മളെ ചട്ടി മയങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ചട്ടി കുറേ കാലമായി ഞാൻ എന്ത് ആക്കിയിട്ടും അതാണ് മയങ്ങി വരുന്നില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞതാണ് എന്നോട്, നമുക്കിതിൽ തേങ്ങ വറുക്കാമെന്ന്. അപ്പോൾ കുറച്ച് ആ ഒരു ഇതിൻ്റെ തേങ്ങ വറുക്കുന്നത് നല്ലതാണ് കാസ്റ്റ് ചെയ്യേണ്ട പാത്രത്തിൽ, ആ ചട്ടി മയങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ റീനും റോസും ഒക്കെ കൈവിടാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ചല്ല ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ, ആദ്യത്തേത് തേങ്ങയുടെ ആ ഒരു പരുവം മാറിയിട്ടുണ്ടായില്ല. ഇതിങ്ങനെ ഒരു മുരിയർപ്പ് വരണം, നല്ല ഇങ്ങനെ മൂത്ത് വരണം. പിന്നെ തേങ്ങയുടെ ഈ ചെരുവിയത് പല സൈസായതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ഇങ്ങോട്ട് മൊത്തത്തിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു മുരിയർപ്പ് വന്നപ്പം ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിത് ഒരുപാട് നാളത്തേക്ക് ഒരു സാധനം ഞാൻ ഉണ്ടാക്കി വെക്കാറില്ല. എല്ലാവരും പറയും 1 മാസം 2 മാസമൊക്കെ ഫ്രിഡ്ജിൽ കേടാണ് ഇരിക്കുന്നു, പക്ഷെ ഞാനത് പ്രൊമോട്ട് ചെയ്യില്ല. ഞാനിതൊരു ചിലപ്പോൾ ഞാൻ നാളെ തന്നെ ഉണ്ടാക്കി തീർക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു 3 കറി 4 കറിക്കൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു തേങ്ങ. ചിലപ്പോൾ അതിലും കൂടുതലുണ്ടാവും, നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ വറുത്തരച്ച ചെമ്മീൻ കറി, വറുത്തരച്ച ചിക്കൻ കറി, വറുത്തരച്ച ബീഫ് കറി, വറുത്തരച്ച മട്ടൻ കറി, വറുത്തരച്ച മുട്ടക്കറി, ഇതിലോട്ടൊക്കെ നമുക്ക് ഇത് അടിപൊളിയാണ്. നല്ല മണമായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിൽ. പ്രത്യേകിച്ച് എനിക്ക് ആ ഒരു നാട്ടിലൊരു നോമ്പിൻ്റെ ഫീലാണ്ട് വന്നു ഇതിൻ്റെ മണം വന്നപ്പം. എന്നിട്ട് ചൂടായ ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ്സിൻ്റെ ജാറിൽ ഇട്ട് വെക്കുക കേട്ടോ. ഇത് പൊടിച്ചിട്ട് ഇട്ട് വെക്കാം വേണമെങ്കിൽ. ഞാനതൊന്നും ചെയ്യുന്നില്ല, കാരണം നമ്മളത് എന്തായാലും എടുക്കുന്ന സമയത്ത് കുറച്ചെടുത്ത് നിന്ന് പൊടിക്കും. എന്നിട്ടാണ് നമ്മളതിലോട്ട് തേങ്ങ ബാക്കി പച്ചത്തേങ്ങ ചേർത്തിട്ട് ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ തന്നെയാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ. പൊടിക്കേണ്ടവർക്ക് പൊടിക്കാം. ഓക്കെ. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പും ഇംലി ചട്നിയും അതുപോലെ നമ്മളെ വറുത്ത തേങ്ങ, അത് 3 ഒരുമിച്ച് ഉണ്ടാക്കി കേട്ടോ. ഇനി അടുത്തത് ബാർലി പൗഡർ. നമ്മൾ തൽബീനൻ്റെ റെസിപ്പി ഞാൻ കുറച്ച് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനിത് ലാസ്റ്റ് കാണിക്കുന്നത്. ഇതും നോമ്പിന് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ 1 കപ്പ് ബാർലി എടുത്തിട്ടുണ്ട്. ബാർലി നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റിൽ കേട്ടോ. അപ്പോൾ ഇതാണ് ബാർലി. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ആദ്യം ഞാൻ 1 കപ്പ് ബാർലി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. തലേ ദിവസം രാത്രിയാണ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ബാർലി പൗഡർ നമ്മൾ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് അത്താഴത്തിന് അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രായമുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണത്. കാരണം പ്രായമുള്ളവരൊക്കെ നോമ്പ് നോക്കുവാണെങ്കിൽ ഈ ഷുഗർ അങ്ങനെയുള്ളവർ കൊളസ്ട്രോളൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കഴുകിയിട്ട്. ഇനി ഇത് തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചാൽ എന്നിട്ട് നെക്സ്റ്റ് ഡേ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഈ വെള്ളം ഒഴിവാക്കിയിട്ട് അത് ഒരു അരിപ്പയിൽ വെള്ളം നന്നായിട്ട് കളയണം കേട്ടോ. എന്നിട്ട് ഒരു പരന്ന പാത്രത്തിൽ പുറത്ത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കാം. വെയിലധികം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ 2 ദിവസം വെച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ പരന്ന പാത്രത്തിൽ ഇട്ട് വെക്കുക കേട്ടോ. വെള്ളം ഒട്ടും ഉണ്ടാവരുത് കേട്ടോ ഈ അരിപ്പയിൽ. അപ്പോൾ ഇനി ഇത് ഉണക്കിയെടുത്ത ശേഷം പൊടിച്ച് വെക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിന് പാലിട്ട് കുറുക്കാമല്ലോ. ഞാൻ തൽബീന റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നോമ്പ് സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള കഴിക്കാൻ പറഞ്ഞിട്ടുള്ളൊരു ഭക്ഷണമാണ്. കാരണം ഹാർട്ട് റിലേറ്റഡും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ബാർലിക്ക്. അപ്പോൾ അത് നല്ലതാണ്. പ്രത്യേകിച്ച് പാലിൽ തന്നെ കുറുക്കിയെടുക്കണം കേട്ടോ ഈ തൽബീന ഉണ്ടാക്കുമ്പോൾ. പിന്നെ അതിൽ മധുരം ചേർക്കുന്നില്ല, തേനും ഈത്തപ്പഴവും നട്ട്സൊക്കെ ചേർത്തിട്ടാണ് അത് കഴിക്കുന്നത്. എന്നിട്ട് പോലും ഭയങ്കര ടേസ്റ്റാണ്. അത്താഴത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. വയറ് ഫുള്ളാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാർലി 2 ദിവസം വെച്ച് പുറത്ത് വെച്ചിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിൽ പിന്നെ ചൂടാക്കേണ്ടൊന്നും ആവശ്യമില്ല. ഞാനത് നമ്മളിവിടെ അധികം വെയിലില്ലാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പം നമ്മൾ പൊടിച്ച് വെക്കുന്നതല്ലേ, അപ്പോൾ കേടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നുണ്ട് ചൂടാക്കിയിട്ടുണ്ട് പാനിൽ വെച്ചിട്ട് കേട്ടോ. അപ്പം ഇങ്ങനെ പൊടിയാക്കി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ നമ്മൾ തൽബീന ഉണ്ടാക്കുന്നത് ബാർലി ഒറ്റയ്ക്ക് വെച്ചിട്ടാണ് കേട്ടോ. ബാർലി അങ്ങനെ തന്നെ എടുത്തിട്ട് 1 മണിക്കൂറൊക്കെ നമ്മൾ ഇങ്ങനെ പാലിൽ കുറുക്കിയെടുക്കണം. നമ്മൾ നോമ്പ് സമയങ്ങളിൽ നമുക്ക് അത്രയും സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഒന്നങ്ങോട്ട് ചൂടാക്കിയെടുക്കുക. 1 മിനിറ്റ് ഒന്നും ഇങ്ങോട്ട് ചൂടാക്കിയെടുത്താൽ മതി. ഇങ്ങോട്ട് അപ്പം തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. ചൂടോട് കൂട്ടി തന്നെ പൊടിച്ചെടുക്കുക. ഇത് ഞാൻ 1 കപ്പ് മാത്രമാണ് ഇങ്ങനെ പൊടിച്ച് വെക്കുന്നത്. ശരിക്കും ഞാൻ രാഗി ഇതുപോലെ ഒന്ന് മുളപ്പിച്ചിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഒരു മാസത്തിൻ്റെ മുകളിലായപ്പോൾ അതിലിങ്ങനെ ഒരു കട്ട കുത്താൻ ഇതായി. ഉണക്കം ശരിയാവാത്തതുകൊണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് അറിയില്ലല്ലോ ഇത് ഉണങ്ങിയതാണോ, നല്ലോണം ഉണങ്ങിയിട്ടുണ്ടോ, ഇനി അതിലെന്തെങ്കിലും വെള്ളം പോയിട്ടുണ്ടോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് നമ്മൾ കുറേശ്ശെ 1 കപ്പൊക്കെ നമുക്കൊരു 4-5 ദിവസത്തേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അപ്പോഴേക്കും അടുത്തത് ഉണ്ടാക്കിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെന്നാണെങ്കിൽ 2-3 കപ്പ് വെച്ചിട്ട് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. അല്ലെങ്കിൽ 1 കിലോ ഒക്കെ കൊടുത്തിട്ട് ഉണ്ടാക്കിക്കോളൂ, പൊടിച്ച് വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം ഇതാ പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ബ്ലെൻഡറിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാണ് ബാർലി പൗഡർ. തൽബീന ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ നോമ്പ് സമയങ്ങളിൽ തൽബീന ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തൽബീന ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പാനിലോട്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം ബാർലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ബാർലി പൗഡർ നേരെ ചേർത്ത് കൊടുക്കരുത്. ഒരു ബൗളിലേക്ക് ഈ 2 ടേബിൾ സ്പൂൺ ബാർലി പൗഡറും കുറച്ച് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ആദ്യം പാലൊന്ന് ആദ്യം ചൂടാക്കണം. എന്നിട്ട് അതിലോട്ട് വേണം ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാൻ. ഇതിലോട്ടും പഞ്ചസാര, ഉപ്പ് അങ്ങനെ ഒന്നും ചേർക്കാറില്ല. ഇത് ജസ്റ്റ് ഇങ്ങനെ കുറുക്കിയെടുക്കുക ഈ ഒരു പാലിൽ കേട്ടോ. ഇപ്പോൾ പ്രായമായവർക്കൊക്കെ ബാർലി കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പാലിൽ കുറുക്കിയെടുത്തിട്ട് പാലിൽ തന്നെ തേങ്ങാപ്പാൽ കുറുക്കിയെടുക്കാൻ പറ്റുമെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അറിയില്ല. കാരണം 10-15 മിനിറ്റ് നമ്മളിതിങ്ങനെ കുറുക്കിയെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ തേങ്ങാപ്പാലിലാവുമ്പോൾ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എന്നോട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പാലിലാണ് ഇതിൽ കൂടുതലും പാലിൽ തന്നെ കുറുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഫാറ്റുള്ള പാൽ കുടിക്കേണ്ടതാണെങ്കിൽ ലോ ഫാറ്റ് പാൽ കിട്ടുമല്ലോ, അതിലും വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പം ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള 4 റെസിപ്പീസും നോമ്പ് സമയങ്ങളിൽ നമുക്ക് മസ്റ്റായിട്ടും ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും. കാരണം ഒന്നും വേസ്റ്റ് ആവുന്ന ഐറ്റംസ് അല്ല, ഒന്നും കേടാവുന്ന ഐറ്റംസ് അല്ല. നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസാണ്. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ തൽബീന കേട്ടോ.
അപ്പോൾ ഇതിലോട്ട് നട്ട്സും ഈത്തപ്പഴം എല്ലാം കുറേശ്ശെ മതി കേട്ടോ. പിന്നെ തേനും കൂടി ചേർത്തിട്ടാണ് കഴിക്കേണ്ടത്. അപ്പോൾ തൽബീന ഉണ്ടാക്കിയവരുണ്ടെങ്കിൽ താഴെ കമൻസിൽ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിലും അതും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. പിന്നെ അതുപോലെ ഒരുപാട് ഇഫ്താർ റെസിപ്പീസ് ഞാൻ കഴിഞ്ഞ ആഴ്ച തൊട്ടേ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം റെസിപ്പീസ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. റെസിപ്പി മാത്രം ഇടുന്നതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ വ്ളോഗ് എന്താ ഇടാത്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ പറയുക ഞാൻ പറഞ്ഞല്ലോ വ്ളോഗ് ഇപ്പോൾ എനിക്കിടാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇൻഷാ അല്ലാ കഴിയുന്ന സമയത്തൊക്കെ ഞാൻ വ്ളോഗ് എടുത്തിട്ട് വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്നുള്ളത് അഭിപ്രായം അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തൽബീന മുകളിൽ കുറച്ച് തേനൊക്കെ ചേർത്തിട്ടുണ്ട്, നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യം തൽബീന എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ എനിക്കത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫ്ലേവർ, ബാർലിക്കാണെങ്കിലും നല്ലൊരു മണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ടേസ്റ്റ്. ഈ ഓവർനൈറ്റ് ഓട്സ് കുടിക്കുന്നതിലും നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ എന്തായാലും ഹെൽത്തിയാണ്. നമ്മൾ നോമ്പ് സമയങ്ങളിൽ നമ്മളെ പ്രൊഫറ്റ് കഴിക്കാൻ പറഞ്ഞൊരു ഡിഷും കൂടിയാണ് തൽബീന. അപ്പോൾ എന്തായാലും അതുകൊണ്ട് അതിൻ്റെ ആ ഒരു സുന്നത്തും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എന്നത്തെയും പോലെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.